ഓർഡർ ഓർഡർ. കുവൈത്ത് അഗ്നിബാധയിൽ ജീവൻ നഷ്ടപ്പെട്ട സഹോദരങ്ങൾക്ക് കേരള നിയമസഭയുടെ അനുശോചനം. 2024 ജൂൺ 12 കുവൈറ്റിലെ മംഗഫിൽ ഫ്ളാറ്റിലുണ്ടായ അഗ്നിബാധയിൽ 50 പേരാണ് മരണപ്പെട്ടത്. ഇതിൽ 46 പേർ ഇന്ത്യയിൽ നിന്നുള്ളവരാണ്. 24 മലയാളികളും മരണപ്പെട്ടു. അപകടത്തിൽ മരണപ്പെട്ട പ്രവാസി സഹോദരങ്ങളുടെ മൃതദേഹങ്ങൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയപ്പോൾ ഏറ്റുവാങ്ങാനും അവരുടെ ദുഃഖാർത്തരായ കുടുംബങ്ങളുടെയും നാട്ടുകാരുടെയും അടുക്കലേക്ക് പോലീസ് അകമ്പടിയോടെ എത്തിക്കാനും മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും പ്രതിപക്ഷ നേതാവുമൊക്കെ നേതൃത്വം നൽകി. മരണമടഞ്ഞവരുടെ കുടുംബങ്ങൾക്ക് സംസ്ഥാന സർക്കാർ 5 ലക്ഷം രൂപയും കേന്ദ്ര സർക്കാർ 2 ലക്ഷം രൂപയും സഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. കുവൈറ്റ് അമീറും ധനസഹായം നൽകാൻ ഉത്തരവിട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രമുഖ പ്രവാസി മലയാളി വ്യവസായികൾ ധനസഹായത്തിന് സന്നദ്ധത പ്രകടിപ്പിച്ചത് മാതൃകാപരമായ നടപടിയാണ്. അത് സുമനസ്സുകൾക്ക് പിന്തുടരാവുന്ന മാതൃകയാണ്. അപകടത്തിൽപ്പെട്ടവർക്ക് സാധ്യമായ എല്ലാ സഹായങ്ങളും ലഭ്യമാക്കാൻ നോർക്കയുടെ ആഭിമുഖ്യത്തിലും പ്രവാസികളുടെ മുൻകൈയിലും ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഇന്ത്യ ഗവൺമെൻറ് കുവൈത്തിൽ നടത്തുന്ന ഇടപെടലുകളിൽ സംസ്ഥാന സർക്കാർ പൂർണ്ണ പിന്തുണ നൽകുന്നുണ്ട്. തീപിടുത്തത്തിൽ മരണമടഞ്ഞവരുടെ ബന്ധുക്കളുടെയും ആശ്രിതരുടെയും ദുഃഖത്തിൽ കേരള നിയമസഭയും പങ്കുചേരുന്നു. പൊള്ളലേറ്റവരുടെയും പരിക്കേറ്റവരുടെയും ഹൃദയപൂർവ്വം ആശ്വസിപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. സർ, അങ്ങ് പ്രകടിപ്പിച്ച വികാരത്തോട് പൂർണ്ണമായും യോജിക്കുന്നു. കുവൈറ്റിലെ മംഗഫിലെ ഫ്ലാറ്റിലുണ്ടായ തീപിടുത്തത്തിൽ നിരവധി പേർക്ക് ജീവഹാനി സംഭവിച്ചത് അങ്ങേയറ്റം ദുഃഖകരമായ സംഭവമാണ്. മരണപ്പെട്ടവരുടെ ഓർമ്മകൾക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. സർ, 24 മലയാളികൾ ഉൾപ്പെടെ 49 പേരാണ് മരണപ്പെട്ടത്. അതിൽ 46 പേരും ഇന്ത്യക്കാരായിരുന്നു. നിരവധി സ്വപ്നങ്ങളുമായാണ് നമ്മുടെ സഹോദരങ്ങൾ പ്രവാസം തിരഞ്ഞെടുത്തത്. ആ സ്വപ്നങ്ങളെല്ലാം പൂർത്തിയാക്കാൻ കഴിയാതെ പകുതി വഴിയിൽ ദുരന്തത്തിനു മുന്നിൽ നമ്മുടെ സഹോദരങ്ങൾക്ക് കീഴടങ്ങേണ്ടി വന്നു എന്നത് ഏറെ പ്രയാസമുണ്ടാക്കുന്നു. നമ്മുടെ നാടിൻ്റെ ആകെ പുരോഗതിക്കും മുന്നേറ്റത്തിനും വലിയ സംഭാവനകൾ നൽകുന്നവരാണ് പ്രവാസികൾ. ആധുനിക കേരളത്തിൻ്റെ ചരിത്രത്തിന് പ്രവാസികളിൽ നിന്ന് വേറിട്ടൊരു നിലനിൽപ്പില്ല. എന്നാൽ പ്രവാസ ജീവിതം ഇന്ന് നിരവധി പ്രതിസന്ധികൾ നേരിടുകയാണ്. ആഗോള സാമ്പത്തിക പ്രതിസന്ധിയും യുദ്ധാന്തരീക്ഷവും മാറിവരുന്ന കുടിയേറ്റ നിയമങ്ങളും പ്രവാസ ജീവിതത്തെ കഠിനമാക്കുന്നുണ്ട്. ഇത്തരം പ്രതിസന്ധികളെ കൂടി അതിജീവിച്ചാണ് തങ്ങളുടെ കുടുംബത്തിൻ്റെയും നാടിൻ്റെയും ഭാവി ശോഭനമാക്കാൻ നമ്മുടെ പ്രവാസി സഹോദരങ്ങൾ കഠിന പ്രയത്നം ചെയ്തു വരുന്നത്. അക്കൂട്ടത്തിലുള്ളവരാണ് അഗ്നിബാധ മൂലമുണ്ടായ ദുരന്തത്തിൽ നമ്മെ വിട്ടുപിരിഞ്ഞത്. അഗ്നിബാധയെക്കുറിച്ച് അറിഞ്ഞയുടൻ കേരള സർക്കാർ പ്രത്യേക മന്ത്രിസഭാ യോഗം വിളിച്ചു ചേർത്ത് ആരോഗ്യമന്ത്രിയെ സംഭവസ്ഥലത്തേക്ക് അയക്കാൻ തീരുമാനിച്ചെങ്കിലും കേന്ദ്ര വിദേശ മന്ത്രാലയത്തിൻ്റെ പൊളിറ്റിക്കൽ ക്ലിയറൻസ് ലഭ്യമായില്ല. പ്രതിപക്ഷ നേതാവിൻ്റേതുൾപ്പെടെ കേരളത്തിൻ്റെ പ്രതിഷേധം ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. എങ്കിലും മരണപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനും പരിക്കേറ്റവർക്ക് ചികിത്സ ഉറപ്പാക്കാനുമുള്ള പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി ഏകോപിപ്പിക്കുന്നതിൽ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഫലപ്രദമായി കൈകോർത്തു. മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് അങ്ങ് പറഞ്ഞതുപോലെ 5 ലക്ഷം രൂപയും കേന്ദ്ര സർക്കാർ 2 ലക്ഷം രൂപയും ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പരിക്കേറ്റവരുടെ കുടുംബത്തിന് സംസ്ഥാന സർക്കാർ 1 ലക്ഷം രൂപയുടെ സഹായവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ സഹായഹസ്തവുമായി എത്തിയ വ്യവസായികളെയും വ്യക്തികളെയും നമുക്ക് നന്ദിയോടെ സ്മരിക്കാം. നികത്താനാകാത്ത ഈ നഷ്ടത്തിൽ കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും നാടിനാകെയും ഉണ്ടായ ദുഃഖത്തിൽ പങ്കുചേരുകയാണ്. കുടുംബാംഗങ്ങളെ അഗാധമായ ദുഃഖം അറിയിക്കുകയും ചെയ്യുന്നു. പരിക്കേറ്റവർ എത്രയും വേഗം സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരട്ടെ എന്ന് പ്രത്യാശിക്കുന്നു. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്. സർ, നമ്മളെ എല്ലാവരെയും വല്ലാതെ വേദനിപ്പിക്കുകയും നിരാശപ്പെടുത്തുകയും ചെയ്ത ഒരു സംഭവമാണ്. നിസ്സഹായരായി നമ്മളെല്ലാം നോക്കി നിൽക്കേണ്ട ഒരവസ്ഥയിൽ ഒന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയിലാണ് നമ്മളെല്ലാവരും നിന്നത്. കൊച്ചി വിമാനത്താവളത്തിൽ 24 മലയാളികളുടെയും അതുപോലെ 7 തമിഴ്നാട് സ്വദേശികളുടെയും മൃതശരീരം കിടത്തിയപ്പോൾ ഉണ്ടായ ഒരു കാഴ്ച ജീവിതത്തിലൊരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു കാഴ്ചയാണ്. സർ, കുടുംബം പോരുന്നതിന് വേണ്ടി, കുടുംബത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, ഒരുപാട് പ്രയാസങ്ങളെ മറികടക്കുന്നതിന് വേണ്ടിയിട്ട് വിദേശത്ത് പോയി കഠിനാധ്വാനം ചെയ്ത ആളുകൾക്കാണ് ഈ ദാരുണമായ അപകടമുണ്ടായത്. ആ അപകടത്തിൽ നിന്ന് ചിലർക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞു. പക്ഷെ ഒരുപാട് ആളുകൾ ആ അപകടത്തിന് ഇരയായി മരിച്ചു വീണ കാഴ്ചയാണ് നമ്മൾ കണ്ടത്. സാർ, അവരോട്
ആ ഓരോ കുടുംബത്തിൽ നിന്നും ഉയരുന്ന നിലവിളികൾ നമുക്ക് കേൾക്കാൻ കഴിയാത്തതാണ്. മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ മക്കളുടെ വേർപാട് ഓരോ കുടുംബങ്ങളിലും ഉണ്ടാക്കുന്ന സങ്കടങ്ങൾ, പ്രയാസങ്ങൾ വിവരണാതീതമാണ്. പല കുടുംബങ്ങളും അനാഥമായിരിക്കുകയാണ്. ആ കുടുംബങ്ങളുടെ സംരക്ഷകരും ആ കുടുംബനാഥന്മാരുമാണ് ഈ ദാരുണമായ അപകടത്തിന് ഇരയായത്. സാർ, നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഒരുമിച്ച് അവരെ ചേർത്ത് പിടിക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്വമുണ്ട്. അത് എല്ലാവരും ചേർന്നുകൊണ്ടാണ് നമ്മുടെ കൊച്ചി എയർപോർട്ടും അതുപോലെ ജില്ലാ ഭരണകൂടവും സർക്കാരും എല്ലാവരും ചേർന്നുകൊണ്ടാണ് ഒരുമിച്ച് യാതൊരുവിധ പരാതികളും ഇല്ലാത്ത തരത്തിൽ അത് നമ്മളെക്കൊണ്ട് ചെയ്യാൻ കഴിയാവുന്ന കാര്യങ്ങൾ ചെയ്തത്. ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പരാമർശിച്ചപ്പോൾ സംസ്ഥാനത്തെ ഒരു മന്ത്രിക്ക്, ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് വിദേശത്തേക്ക്, കുവൈറ്റിലേക്ക് പെട്ടെന്ന് എത്തുന്നതിനുള്ള അനുമതി കേന്ദ്ര ഗവൺമെൻറ് നിഷേധിക്കുകയുണ്ടായി. സാർ, ഇത്തരമൊരു സംഭവം നടക്കുമ്പോൾ അവിടെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധിയും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധിയും നമ്മുടെ പ്രവാസി സംഘടനകളും എല്ലാവരും ഏകോപിപ്പിച്ചുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു പ്രതിനിധി അങ്ങോട്ട് പോകാൻ അനുമതി ചോദിച്ചപ്പോൾ അത് നിഷേധിച്ചത് തീർച്ചയായും തെറ്റായ ഒരു നടപടിയാണ്. ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കാൻ വയ്യാത്ത ഒരു നടപടിയാണ്. അത്തരം കാര്യങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായതിനുള്ള ശക്തമായ പ്രതിഷേധം കൂടി ഞാനിവിടെ രേഖപ്പെടുത്തുകയാണ്. സാർ, മരണമടഞ്ഞവരുടെ കുടുംബാംഗങ്ങളോടും അവരുടെ സുഹൃത്തുക്കളോടും എല്ലാ ബന്ധുക്കളോടും എല്ലാവരും ഉണ്ടായ ദുഃഖത്തിൽ ഞാനും എൻ്റെ പാർട്ടിയും പങ്കുചേരും. കുവൈറ്റ് അഗ്നിബാധയിൽ ജീവൻ നഷ്ടമായ നമ്മുടെ സഹോദരങ്ങളുടെ വേർപാടിൽ കേരള നിയമസഭയുടെ അഗാധമായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തിക്കൊണ്ട് നമുക്ക് അല്പസമയം എഴുന്നേറ്റ് നിൽക്കാം.